ചേട്ടാ ഇതാ ഞാൻ പറഞ്ഞ ആള് നമ്മുടെ ഫാം കാണാൻ വേണ്ടി. അപ്പൊ ഒരു മിനിറ്റ്, ഈ പുള്ളിയല്ലേ കടിക്കുന്ന പട്ടിയുടെ വീഡിയോ ചെയ്യുന്നേ? അപ്പൊ ഞാൻ ഒരു കണ്ടീഷൻ അംഗീകരിച്ചാൽ മാത്രം ഫാമിൽ കയറ്റിയാ മതിയേ? അല്ല, ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഫേക്ക് ആണെന്ന് ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ല, വീഡിയോക്ക് അത് പൊതുവെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എനിക്കും ഉണ്ട്, ഫേക്ക് ആണ്. അപ്പൊ എന്റെ ഒരു കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ മാത്രം അപ്പത്തോട്ട് കയറ്റിയാ മതി. നമ്മുടെ കടിക്കുന്ന ജിമ്മി ഇല്ലേ, അവള് വെച്ചിട്ട് ഓപ്പൺ ചലഞ്ച് കൊടുത്താലോ? ചലഞ്ച് കൊടുത്തിട്ട് കാണിച്ചാൽ മതി, മൊത്തം കാണിച്ചാൽ മതിയോ? ആണോ? എന്തുവാടാ ഇങ്ങനെയൊക്കെയാണോ? എന്താ ഇവിടെ ഇങ്ങനെ പറയുന്നത്? നീയല്ലേ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കയറി നമുക്ക് സുഖമായിട്ട് കാണാന്ന് പറഞ്ഞു. ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്? അങ്ങനെയല്ല, ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് എനിക്കും ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് ഫേക്ക് ആണെന്ന്. അതായത് ഡയറക്റ്റ് ഒരു ദിവസം മുന്നേ എങ്കിലും ഒരു ഡോഗിനെ പോയി കണ്ട് അതിനെ ഇണക്കിയിട്ടാണ് പിറ്റേന്ന് അതിനെ ഇറക്കാൻ ചെല്ലുന്നൊരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്റെ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഫാം കയറി കാണാം. പോയാലോ? അല്ല, എന്തായാലും എല്ലാം നമുക്ക് ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചലഞ്ചല്ല ചെയ്യുന്നേ. പിന്നെ ഇപ്പൊ ഇവര് ആ ഒരു ഓപ്പൺ ചലഞ്ച് രസമല്ലേ, നമുക്ക് നോക്കാം. ഫാം വിസിറ്റ് ചെയ്യാൻ വന്നു ചലഞ്ച് ആയിരുന്നു. എന്തായാലും വിജയേട്ടനോട് 10-100 ലോകിനെ വളർത്തുന്ന ആളാണ്. പുള്ളിയുടെ മുമ്പിൽ നമുക്കൊന്ന് ഷോ കാണിക്കാറോ? എല്ലാരും പറഞ്ഞു ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോ എങ്ങനെ നമുക്ക് തെളിയിക്കാം. എവിടെ ഡോഗ് എവിടെയുള്ള ആട്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞ ആള് വേണ്ടിയതാണ്. അപ്പൊ ചേട്ടൻ കാണിക്കുന്ന കാണിക്കാൻ പറ്റുമോ? അന്നാ ഒരു കാര്യം ചെയ്യാം, എന്നെ കൊണ്ടുവന്നത് ഏവലാണല്ലോ, ഈ ഒരു പണി നീയല്ല എനിക്ക് വന്നേ. മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, നീ തന്നെ അവളെ ആഗ്രഹിച്ചു കാണിച്ചു. കൈ കൊടുക്ക. പേരാ? ഫീമെയിലാ? ഫീമെയിലാ. പേരെന്താ ഉള്ള? ആ എന്നാ നീ വാ. വേറെ കാര്യമുണ്ട്, ഇവിടം പേര് തലയും കെട്ടിക്കോളും. ഇറങ്ങിയിട്ടില്ല, അപ്പൊ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. മാറി ഇവന്റെ കൈ തരാവാ, നീ നിന്റെ കൈ ഇവനെ തരാൻ പിടിക്കാൻ. ജിമ്മിയെ ഇവ പോലോ എനിക്ക് വയ്യെന്ന്. എടീ വാ ജിമ്മി, വാ. സുന്ദരമുണ്ടോ ജിമ്മിയെ? ജിമ്മിനെ ശരിയാ ആകർഷി. ജിമ്മി മതി, ഇങ്ങന്നെ വാ. ജിമ്മി ജിമ്മി ഇങ്ങന്നെ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മളിത് ഇപ്പൊ എന്റെ നോർമൽ വീഡിയോസിൽ ഞാൻ ചെയ്യുന്ന ഡോഗ് കൂട്ടിന്ന് അവരോട് വർത്തനൊക്കെ പറഞ്ഞ് ഇണക്കി. അപ്പൊ നമ്മുടെ ഇവിടെ വന്ന പർപ്പസ് എന്തായാലും മാറിപ്പോ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും അച്ഛനല്ല കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇതിലൊരു ഇപ്പൊ ഈ കൂടുതൽ ഇങ്ങനെ നടക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു ഫീല് കിട്ടില്ലല്ലോ നമുക്ക് പ്രേക്ഷകർക്ക്. അപ്പം കൂട്ടി നടക്കുന്നതും ഓണറുടെ അച്ഛന്റെ കയ്യിൽ ഇരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ വാങ്ങുന്നതൊക്കെ തുല്യമാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛൻ എനിക്ക് തന്നോട്ടെ, ഞാൻ അവിടെ നടന്നോളാം. ഒരിക്കലും എന്തായാലും ഒരു പട്ടി, എല്ലാരും കളിക്കുന്ന പട്ടികൾ ഒരിക്കലും ഒരാളിപ്പോ ഓണർ അടുത്ത് കൈ തന്നാലും അതിനോട് പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു എത്രയായി, 5 മണിയായി, ഇറക്കിക്കോട്ടെ. വിജയന്റെ ഇറക്കി എന്റെ തന്നേക്ക്, ആയിക്കോളാം. അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏകദേശം വിശദമാകൂലോ? ഞാനത് വിജയേട്ടൻ എന്നാ ഇറക്കിക്കോ. കാരണം വേറൊന്നല്ല, ഞങ്ങൾ ടൈം പോകും. എനിക്കൊരു 10 മിനിറ്റോളം ഞാൻ സംസാരിക്കലുണ്ട് ഡോഗിന്. ആ 10 മിനിറ്റ് വേണ്ട, വിജയേട്ടൻ ഇറക്കിയിട്ട് എന്റെ കയ്യിൽ തന്നാൽ ഞാൻ കൊള്ളാം. ഓക്കെ അല്ലേ? അവിടെ പോയി എല്ലാ വെച്ചപ്പോഴുണ്ടാക്കി. അപ്പോഴേ ഇപ്പൊ ഒരുപാട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു, ഒരുപാട് ഡോഗ്സിനെ ഏത് കടിക്കുന്നതായാലും ഇറക്കുന്നത് കണ്ടു. എന്തുകൊണ്ടായി ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തേ? ഫീൽഡ് തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് നമ്മൾ വിചാരിച്ചൊന്നുമല്ല. അപ്പൊ വിജയേട്ടൻ ഞങ്ങൾ ചായ കുടിച്ചോ വിജയേട്ടൻ ഞങ്ങൾ ഈ ബ്ലോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിജയേട്ടൻ ഞങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ കേട്ടോ. അപ്പോഴാണ് ഈ ബ്ലോഗിന്റെ കാര്യം നമ്മൾ തീരുമാനിച്ചത്.
അപ്പൊ വിജയനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ സബ്ജക്റ്റിലേക്ക് നമ്മുടെ ഏബല് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് മാറിപ്പോയായിരുന്നു. അതായത് നിലവിൽ നമുക്കൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. എന്റെ 1-2 വീഡിയോയിലേക്ക് കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഷോപ്പുള്ളവരും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വേറെ ഒന്നുണ്ടല്ല, ഈ പെറ്റ് ഷോപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ പപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എൻക്വയറി വരും. ഈ എൻക്വയറി വരുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ ഒരു പപ്പി എടുത്ത് കൊടുത്തെന്ന് വിചാരിക്കുക. ഈ എല്ലാ ബ്രീഡർമാരോ അല്ലാതെ നമുക്ക് പറ്റുന്ന ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന പപ്പീസ് നല്ലതായിരിക്കും. ഒന്നെങ്കിൽ അവരുടെ നോട്ടക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും വാങ്ങി എല്ലാം കൊടുക്കുവാണെങ്കിൽ ആ ബ്രീഡിൽ എന്തെങ്കിലും വിഷയം ഉണ്ട് നമ്മളെ ബാധിക്കും. നാളെ അവർ പറയരുത് ഇത് ലീ സ്റ്റോക്കിലെ പുള്ളി വലിയ സംഭവം തന്ന രോഗ ഇതിലെ കോലെന്ന് വിചാരിക്കും. പക്ഷെ നോട്ടത്തിലുണ്ട്, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന രീതിയിലുണ്ടല്ലോ. ഇപ്പം വിജയേട്ടൻ്റെ അടുത്ത് പപ്പീനെ വാങ്ങിക്കൊണ്ട് പോയാലും വിജയേട്ടൻ്റെ ക്വാളിറ്റി ഒക്കെ പറയുമ്പോൾ അതിന് നോക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ ചുമ്മാ കുറച്ച് ചോറും കൊടുത്ത് വേറെ കൂട്ടിയിട്ട് വളർത്തിയാലൊന്നും ഡോഗ് ക്ലിയർ ആവില്ല. ഇതുകൊണ്ട് ഞാൻ എന്താക്കി പറയുക, ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പപ്പി സെയിലാണ് നിർത്തി. ഒരു പെറ്റ് ഷോപ്പിന്റെ കേസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കൊടുത്തിട്ട് നാളെ എന്തെങ്കിലും വരണമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയത്. അപ്പൊ ഇപ്പം ആതിര ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പൊ ഞാനിങ്ങനെ ചാനൽ തുടങ്ങുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് പപ്പീസിന് വിൽക്കാനുള്ള രീതിയിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മൾ അപ്പോഴാണ് ഞാൻ ചാനൽ എടുത്ത് നോക്കുന്നത്. യൂട്യൂബ് എടുത്ത് നോക്കുമ്പോണ്ട് അതുവരെ യൂട്യൂബ് നമ്മൾ കാണുന്നതല്ല, യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ കുറേ ഡോഗ്സിന്റെ ചാനൽ. അപ്പൊ നമ്മുടെ കിളിയങ്ങ് മാറി. ഈ ഡോഗ്സിന്റെ ചാനലിൽ നമ്മൾ ഇങ്ങനെ ഒരു പപ്പീനെ വിൽക്കാണെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നടപടിയാവില്ല എന്ന് തോന്നി. അങ്ങനെ അപ്പൊ നമുക്കൊരു സ്വബോധം എന്താ പറയുക, നമുക്കൊരു ബോധ്യം ഉണ്ടായി ആര് ചെയ്യാത്തൊരു കണ്ടന്റ് ചെയ്യണം. ഇപ്പൊ ബിജുവേട്ടൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അഗ്രഷണൽ ഡോഗിനെ ബിജുവേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അതേ ഇത് തന്നെയായിരുന്നു. ഈ അഗ്രഷണൽ ഡോഗിനോട് നമുക്ക് ഒരു വർത്തമാനം പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം ഈ ചാനൽ തുടങ്ങുന്നതിന് ഒരു 5-6 മാസം മുന്നേ നമ്മൾ ഷോപ്പിലേക്ക് ഒരു പപ്പി എടുക്കാൻ പോയി, ഒരു ജർമ്മനാ. അപ്പൊ വേറൊരു പുള്ളിയും കൂടെ കൂടിയിട്ടാണ്, ആ പുള്ളിയോടാണ് ഈ ചേച്ചി വിളിച്ചു പറഞ്ഞത് കുറച്ച് പപ്പി വിൽക്കാണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി അങ്ങ് ചെല്ലുന്നു. ആ കൊറോണ കഴിഞ്ഞ സമയത്താണ്, അപ്പൊ നല്ല ഡിമാൻഡുള്ള പപ്പിക്ക്. അപ്പൊ ചെല്ലുമ്പോൾ ചേച്ചി ഈ പുള്ളിനെ വിളിച്ച് പറഞ്ഞായിരുന്നു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്, അപ്പം ഇവിടെ വന്നിട്ട് ബെല്ലടിച്ചിട്ട് എന്നെ വിളിച്ചിട്ടേ കയറാവെന്ന് പറഞ്ഞു. അപ്പൊ ഈ പോകുന്ന സമയത്ത് ഈ പുള്ളി ഒരു ഫോണിലായിരുന്നു, എന്നോട് ഇത് പറയാൻ വിട്ടുപോയി. അപ്പൊ അവിടെ നിന്ന് പപ്പി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ തള്ളപ്പട്ടി ഇങ്ങനെ അയച്ചു വിട്ടിട്ടുണ്ട്. ചേച്ചിനെ അവിടെ കണ്ടില്ല. അപ്പൊ നമ്മളവിടെ പോയിട്ട് ഈ പട്ടി വാടി എന്ന് പറഞ്ഞപ്പോൾ അവള് ഭയങ്കര നക്കലും പിടിക്കലും ഇതൊക്കെ ആയിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു, നിങ്ങളെന്തോ മന്ത്രമൊക്കെ ചൊല്ലി, നിങ്ങളെന്തോ മന്ത്രവാദി. ഞങ്ങൾ ചീത്ത പറഞ്ഞു, നല്ലോണം ചീത്ത വിളിച്ചു. അവര് പറഞ്ഞു നിങ്ങൾ ഈ മന്ത്രവാദിനെ കൊണ്ടൊക്കെ എന്റെ വീട്ടിലേക്ക് കയറുന്നു. അപ്പൊ എന്നെ അറിയത്തില്ല പുള്ളിക്കാരിക്ക്, ഞാൻ ഷോപ്പ് ഉണ്ടെന്നല്ലാതെ ഞാൻ ആരാന്ന് അറിയത്തില്ല. അങ്ങനെ പുള്ളിക്കാരി പപ്പി തന്നില്ല, പോയി. അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പോയിട്ട് പപ്പീനെ വാങ്ങിക്കുന്ന ഷോപ്പിലേക്ക് തന്നു കേട്ടോ. അപ്പൊ ഇത് മനസ്സിൽ കിടപ്പോൾ നമുക്ക് തോന്നി നമ്മളിങ്ങനെ ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ അഗ്രഷനായ ഡോഗുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ പോയി പരിചയപ്പെടുത്താം. ഈ അഗ്രഷനായ ഡോഗുകൾ ഇങ്ങനെ കുറെ സാധനമുണ്ട്, അത് പരിചയപ്പെടുത്താൻ നമ്മുടെ സെറ്റപ്പിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലോഗ് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ജർമ്മനെ കൊടുത്തായിരുന്നു. ആ ജർമ്മൻ അത്യാവശ്യം നല്ല അഗ്രഷനുള്ള. അപ്പൊ അവരെ ഒന്ന് കാണാൻ പോകാവുന്ന രീതിയിൽ ഞാൻ അവിടെ ചെല്ലുന്നു. ഫസ്റ്റ് ആ ഡോഗിന് എന്റെ കൂടെ വന്ന ആളെ പേബിൾ വന്നെങ്കിൽ അഗ്രഷൻ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ഞാനൊന്ന് പോയി അഗ്രഷൻ കാണിക്കുന്നു. ആ ലെവൽ ഫസ്റ്റ് വീഡിയോ ചെയ്തു. അത് പിന്നെ ആ ഒരു വീഡിയോ വന്നപ്പോൾ 1-2 പേര് ഞാൻ കൊടുത്തിട്ടുള്ള വേറൊരു ഇന്ത്യൻ സ്പിറ്റ്സ് ഉണ്ടായിരുന്നു, അവരും വന്നു ഇതുപോലെ പറഞ്ഞോടാ നീ തന്ന പട്ടി ഭയങ്കര അഗ്രഷൻ, ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ. അപ്പോൾ നമ്മളെ കൂടെ ഒന്ന് ചെയ്താലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈ അഗ്രഷൻ വീഡിയോയിലേക്ക് വന്നത്. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആ ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ പിന്നെ അതിൽ നിന്ന് ഓരോരുത്തർ കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് നിലവിൽ ഈ ഒരു കണ്ടന്റിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു ഈ അഗ്രഷനുള്ള ഡോഗിനെ കാണിക്കുന്ന ഏതെങ്കിലും വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ നോക്കുമ്പോൾ ഡോഗ് ഡാഡി, സീസർ മില എന്ന് പറഞ്ഞ 2 ടീമേ ഉള്ളൂ. അവർ വെളിയിലുള്ളതാണല്ലോ, അബ്രോഡുള്ള ആൾക്കാരാണ് അവർ. പക്ഷെ ട്രെയിനിങ് അപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ചെയ്യുന്ന നിലവിൽ ബ്ലോഗേഴ്സ് ആരുമില്ല. ഈ പറഞ്ഞ നമ്മുടെ ഞാൻ യൂട്യൂബിലാണ് ഫോക്കസ് ചെയ്യുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ചെയ്യുന്ന നിലവിൽ ആരുമില്ല. അപ്പൊ നമ്മൾ ഇവരോട് ഡയറക്റ്റ് ലൈവ് ആണല്ലോ. മറ്റേതൊക്കെ ഇപ്പൊ ഡോഗ് ഡാഡി ചെയ്യുന്നതിനും സേസർ മിലാനൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ട്രെയിനിങ് ആണ്. പക്ഷെ അവരിപ്പോ ഈ ഡോഗിനെ ഓണറുടെ അടുത്ത് നിന്ന് ഇതുപോലെ വാങ്ങുന്നു, നമ്മൾ ഇതുപോലെ. പിന്നെ കാണുന്നത് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഷോട്ട് അവർ ആഡ് ചെയ്യുന്നത്. വാങ്ങുന്നുണ്ടെങ്കിൽ ഡോഗ് ഇങ്ങനെ കിടന്ന് മാസത്തേക്ക് കിട്ടാൻ ചിലപ്പോൾ ഇങ്ങനെ അഗ്രഷൻ കാണിക്കുന്നു, പിന്നീട് കാണിക്കുന്നത് അവരുടെ ഒപ്പം ഡോഗ് നിൽക്കുന്നതാണ്. അത് എഡിറ്റിംഗ് ആണ്, നമുക്ക് കാണാൻ പറയാലോ. എഡിറ്റിംഗ് അല്ല, അവരുടെ കഴിവാണ്, അവർ ട്രെയിൻ ചെയ്തിട്ട് നിർത്തുന്നതാണ്. അപ്പൊ നമുക്കിത് ലൈവായിട്ട് പോകാനുള്ള ചിന്ത വന്നു. അങ്ങനെയാണ് ഈ ഒറ്റ ഷോട്ടിൽ നമ്മുടെ എല്ലാ വീഡിയോ എടുത്താൽ അറിയാം, ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഷോട്ടിൽ തീർക്കുക. അതിപ്പോ 30 മിനിറ്റ് ഉണ്ടാവും. ആ 30 മിനിറ്റ് നടക്കുന്ന എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. അതാണ് ഇതിന്റെ യഥാർത്ഥ സംഭവം. അപ്പോഴേ ഏബലെ നോക്കി ചിരിച്ചു, കുഴപ്പമില്ല, അങ്ങനെ കണ്ടിട്ടു. ഏബലെ ഞാനവിടെ വന്നേ, അവൻ നമ്മളെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചതിന്റെ കാര്യം പറഞ്ഞു. അവരെ നോക്കി പറഞ്ഞാട്ടോ, കുറ്റിക്കറ്റായിരിക്കും. അപ്പോഴേ ഇപ്പം ഒരുപാട് ടെമ്പർ ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും ടെമ്പർ ആയിട്ടുള്ള ഈ ഡോഗ്സിനെ ഇറക്കിയിട്ടുള്ളത് ഇത്രയും ചെയ്തില്ലേ? അതിപ്പോ വിജയേട്ടനുള്ളപ്പോ ഞാൻ ഇപ്പൊ ഈ ആൻസർ പറയുമ്പോ വിജയേട്ടന് കാര്യം മനസ്സിലാകും, ആതിരയ്ക്കും കാര്യം മനസ്സിലാകും. അതായത് നമുക്ക് ചലഞ്ച് ചെയ്തിട്ടുള്ള ഡോഗുകളെല്ലാം അല്ലെങ്കിൽ തരുന്നതെല്ലാം ഈ തരുന്ന ആൾക്കാരുടെ മനസ്സെന്ന് പറഞ്ഞ സംബന്ധം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കടിക്കണം. അതായത് നിലവിൽ നമ്മളെ ഒന്ന് ലീ സ്റ്റോക്സിനെ വിളിച്ച് എന്റെ ഡോഗ് ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അവർ ഹാപ്പിയായി.
നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട്. ആ വീഡിയോ അറിയാലോ, നമ്മൾ ലൈവായിട്ട് വന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ നമ്മൾ ഇറക്കി കഴിയുമ്പോൾ ഓണർമാരുടെ ഫേസ് എടുക്കാൻ ചില സമയത്ത് പറ്റില്ല. കാരണം ഒറ്റ ക്യാമറമാനാണ് ഈ മൊബൈലിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അത് ഡോഗ് ഇറക്കി കഴിയുമ്പോൾ എന്നെ എടുക്കണം, ഇവരെയും എടുക്കാൻ നടക്കൂലല്ലോ. അപ്പൊ ഞാൻ ഫേസ് കാണുന്നുണ്ട്. നമ്മൾ ഇറക്കി ഡോഗിനെ കടി കിട്ടാതെ ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് ഡോഗ് നടന്ന് വന്നു കഴിയുമ്പോൾ ഇവരുടെ ഒരു ഫേസ് ഉണ്ട്. ഇപ്പൊ ബിജുവേട്ടൻ അറിയാം, ബിജുവേട്ടൻ ഇപ്പൊ നമ്മളെ പരിചയമൊന്നുമില്ല. ഇവളെ വെച്ച് നമ്മളെ കടിപ്പിക്കാൻ വിളിക്കും. ബിജുവേട്ടൻ ഒരു ചലഞ്ച് ആയിരുന്നു, ഞാൻ വരുന്നു. ബിജുവേട്ടന്റെ പ്രതീക്ഷ എന്താ? 100% എന്നെ കടിക്കണം എന്നാണ് പ്രതീക്ഷ. അപ്പൊ അത് കടിക്കാൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് വിജയേട്ടൻ മനസ്സിലായി. ഈ സംഭവം എല്ലായിടത്തും ഉള്ളതാ. അപ്പൊ നമ്മളെ ശരിക്കും ഈ വിളിക്കുന്ന ഇന്ത്യൻ ബ്രീഡ് ആണെങ്കിലും മറ്റേ ഫോറിൻ ബ്രീഡ് ആണെങ്കിലും ഇവരെല്ലാരും അവരുടെ ഡോഗിനെ കൊണ്ട് നമ്മളൊന്ന് കടിപ്പിക്കണം എന്ന് മനസ്സിൽ ഉള്ളിലുണ്ട്, പുറത്ത് കാണിക്കുന്നതിൽ ഉള്ളിലുണ്ട്. ആ രീതിയിലാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന എല്ലാ ഡോഗ്സും അത്രയും അഗ്രസീവായ ഡോഗാണ് നമുക്ക് തരുന്നത്. അത് ഓൾറെഡി ഞാനിപ്പം നമ്മളിപ്പോ ഒരു ഡോഗിന്റെ വീഡിയോ അവരിപ്പോ നമുക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയും ഡോഗിന്റെ വീഡിയോ അയച്ചു തരാൻ പറയും. അപ്പൊ ചില ആളുകൾ ഈ കൊച്ചുങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ട് അല്ലെ പൂച്ചനെയൊക്കെ കാണിച്ചിട്ട് അഗ്രഷൻ കാണിക്കും. അത് നമുക്ക് കണ്ടറിയാലോ. ഇത് അപ്പൊ കൊച്ചുങ്ങളൊന്നും കാണിക്കില്ല, പൂച്ചനൊന്നും കാണിക്കില്ല, ഈ ഡോഗിന്റെ അഗ്രഷൻ മാത്രം കാണിക്കും. അപ്പൊ നമുക്ക് കണ്ടറിയാം ആ ഡോഗ് ഏത് രീതിയിലുള്ള അഗ്രഷനാണ്. അപ്പൊ ഞാൻ പറയാം അത് വേണ്ടാന്ന് പറയും. അങ്ങനെ ഒരുപാട് വീഡിയോ നമ്മൾ ക്യാൻസൽ ആയി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും റിയൽ അഗ്രഷൻ എനിക്ക് വേണ്ടെന്ന് പറയും. റിയൽ ആയിട്ടുള്ള അഗ്രഷൻ നമ്മൾ വരാന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ കടിക്കാത്ത ഡോഗുകളെ ചലഞ്ച് ചെയ്യുന്നത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മള് എന്തെങ്കിലും ഒരു ഫാൾട്ട് കാണിച്ചാൽ, ഇപ്പൊ വിജയേട്ടന്റെ അടുത്ത് വിജയേട്ടൻ പറയാണ് വിജയേട്ടൻ ഒരു പാപ്പത്തിന്റെ ഡോഗിനെ ഒന്ന് വിചാരിക്കാം. വിജയേട്ടൻ ഇതുപോലെ അതെ. അപ്പൊ വിജയേട്ടൻ ഒരു പാപ്പന്റെ ഡോഗിനെ എങ്ങനെ ഒരു അഗ്രഷനെ കാണിച്ചിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ അതിനെ വന്ന് ഇറക്കി. വേണമെങ്കിൽ വിജയേട്ടൻ 10 ദിവസം വിളിച്ചു പറയും എന്ത് ആ ഡോഗോ എന്റെ കുഞ്ഞു പിള്ളേരെ എടുത്തോണ്ട് ഡോഗാണ്, പുള്ളി വന്നിട്ട് ചുമ്മാ ഇത് കാണിച്ചെന്ന് പറയും. അങ്ങനെ ഒരു ഇത് വരരുത് നമുക്ക് ഇനി നല്ല നമുക്ക് അങ്ങനെ വരാതിരിക്കും. ഞാൻ പെരുപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ അഗ്രഷൻ പൂർണ്ണമായിട്ട് കടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിളിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏറ്റവും അഗ്രഷൻ തോന്നിയതെന്ന്. അപ്പൊ ഇത് തന്നെയാണ് ആ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാം കടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് ഗസ് ചെയ്യുന്നുണ്ട് ചെന്നാൽ ചിലപ്പോൾ അഗ്രഷൻ കടി കിട്ടുന്നു. അപ്പം നാടനായിക്കോട്ടെ ഫോറിൻ ബ്രീഡ് ആയിക്കോട്ടെ ഏത് ബ്രീഡും കടിയന്മാരാണല്ലോ. പട്ടീനെ കടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാടനാണെങ്കിലും എന്താണെങ്കിലും അവർ കടിക്കും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു നമുക്കൊരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതാണ് പോകുന്നത്. റിയൽ ഈ ഒരു കോലത്തിൽ എങ്ങനെയാണ് അപ്പൊ ഏത് രീതിയിലും ബൈറ്റ് ചെയ്യാം. അതിപ്പോ നാടനാണെങ്കിലും ഫോറിനാണെങ്കിലും കടിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പലപ്പോഴും ഈ വീഡിയോ മനസ്സിലായി അതെന്താ സംഭവം എന്ന് വെച്ചാല് വിജയേട്ടന് വന്നപ്പോ തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ സംബന്ധം അറിയോ. ഇവിടെ വന്നു ഞങ്ങൾ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സംഭവം ഒന്നും വേണമെന്ന് ഇതിപ്പോ ആദ്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അതിന് മുന്നേ ഇവിടെ കാണാൻ വന്നത് തന്നെ ഈ ഡോഗ് ഫ്രണ്ടിലുണ്ട്. വിജയേട്ടൻ പറഞ്ഞു ഇവിടെ ആകെ ഇറക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടാണ് ഇതിൽ ഏറ്റവും വലിയ അഗ്രഷൻ എന്ന്. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തു. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവർ പറഞ്ഞു ഇത് അത്ര ഡേഞ്ചറാണ്. ആ സമയത്ത് ഞാനത് മനസ്സിലാക്കണം, അപ്പൊ ഈ ഡോഗ് അത്ര ഡേഞ്ചറാണ്, എന്തായാലും കടിക്കും, എന്തായാലും തീരുമാനമാക്കും. അത് മുതൽ ഞാൻ പേടിച്ചാൽ ഇപ്പൊ ബിജോട്ടൻ പറഞ്ഞ പോലെ നമുക്ക് പേടിക്കാം. അതുപോലെ ഞാൻ പേടിച്ചാൽ ഇപ്പൊ ഈ ഡോഗിന്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അവിടുന്ന് അയച്ചു വന്നു, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് അയച്ചുകൊണ്ട് വന്നപ്പോഴും ഞാൻ ഡോഗിന്റെ ഒപ്പം നടന്നു. എനിക്ക് ഇവിടെ 10 മാറി നടക്കാം. ബിജോട്ടൻ പറഞ്ഞത് കടിക്കും, നിൽക്കാൻ പറ്റില്ല, അപ്പൊ ബൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മള് ഒരാളെ നമുക്ക് ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോഗിന്റെ ഹിസ്റ്ററി മൊത്തം പറഞ്ഞിട്ടായിരിക്കും. ഇത് 5 പേര് കടിച്ചിട്ടുണ്ട്, 10 പേര് കടിച്ചിട്ടുണ്ട്, കടിയോട് കടിയാണ്. അപ്പൊ നമ്മൾ അന്ന് മുതലേ പേടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ കടി കൂടും. പിന്നെ ഏറ്റവും വലിയ കടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടിയേക്കുന്ന ടോട്ടൽ 7 കടി. 170 ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്തു. ഈ 170 വിജയണ്ണ അറിയാം, 170 ഡോഗിന് 7 കടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികം. 170 ഡോഗും കടിയാണല്ലോ. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ അതില് 2 കടി നമ്മൾ മനഃപൂർവ്വം വാങ്ങിയ കടി. വാങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഈ കയ്യിൽ കടി ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ ക്ലിപ്പ് ഞാൻ വേണമെങ്കിൽ അതിലേക്ക് അയച്ചുതരാം, ചേർത്താൽ മതി. ഈ കടി ഭയങ്കര കടിയായിരുന്നു. ആ ഡോഗ് കടിക്കും നമുക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ നമുക്കൊരു ചലഞ്ച് വന്നു, അത് വൈൻഡപ്പ് കൊടുക്കണമല്ലോ, യെസ് ഓർ നോ അറിയണമല്ലോ. അങ്ങനെ ആ ഡോഗിനെ പുറത്തിറക്കുന്നു. ആദ്യം തന്നെ പറഞ്ഞു കടിക്കുന്നു പറഞ്ഞു, ഇറക്കി വരുന്ന സെക്കൻഡുകളിൽ കാലക്കറി പിടിക്കുന്നു. അവിടെ മുറിഞ്ഞില്ല, പക്ഷെ നമ്മൾ കയ്യെ ലോക്ക് ചെയ്ത് പിടിച്ചു ഇങ്ങനെ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇവരോട് ഭയങ്കര സഹാനുഭൂതി ആയതുകൊണ്ട് ഈ ലോക്ക് ചെവിയാലെ പിടിച്ചേ. അപ്പൊ ഡോഗ് ഇങ്ങനെ ലോക്കിൽ നിന്നു. അപ്പൊ ഈ വിരള ഞാൻ പതുക്കെ അയച്ചു. അപ്പൊ അവർ ഫ്രീ ആയി, നേരെ കയറി കയ്യെ കടിച്ചു. ആ കടിച്ച കടി ഡോഗിനെയും കൊണ്ട് തൂക്കിയെടുത്തുകൊണ്ട് ആ കടിച്ചോണ്ട് തന്നെ വിടിയിച്ചില്ല. ഞാൻ വിടിയിച്ച വെയിൻ കട്ടാവും, കാരണം ഈ വെയിനിലാണല്ലോ പിടുത്തം. ഇതാണ് 2 മുറിവ്. അപ്പൊ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ, ഇങ്ങനെ കൊണ്ട് കെട്ടി അതങ്ങ് അഴിച്ചു. പിന്നീട് എല്ലാവരും പറഞ്ഞ ഡോഗ് ഒറിജിനൽ കടി കിട്ടിയായിരുന്നു. ഈ ഡോഗിന്റെ കടി ശരിക്കും കടിയല്ല, ഡൊമിനന്റ് ചെയ്യാൻ കയറിയതാ. ഞാൻ എന്നെ ഒരു ഫീമെയിൽ ഡോഗായിട്ട് കണ്ടിട്ട് അത് തന്നെ ആ ഡോഗ് അവിടുന്ന് അവര് ഏറ്റവും കൂടുതൽ ആ ഡോഗിനെ ഇറക്കുന്നത് ക്രോസിങ്ങിന് വേണ്ടിയാ, അല്ല ഡോഗിനെ അധികം ഇറക്കലില്ല. പിന്നെ അതുമല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രേഡന് ഫുൾ ഹീറ്റിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ വിചാരം ഇറക്കിയേക്കുന്ന എന്തിനാണ്, ബ്രീഡിങ്ങിനാണ്. അപ്പൊ ഓൾറെഡി ഞങ്ങൾ നടത്തി 2 റൗണ്ട് നടത്തി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നു. അപ്പൊ ഡോഗ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഡോഗിന് പോയി മുട്ടുത്തിങ്ങിരുന്നു. ഇപ്പൊ ഫീമെയിൽ ഡോഗിന്റെ രീതിയിൽ ഡൊമിനന്റ് ചെയ്യാൻ കയറി. ഞാൻ തട്ടി മാറ്റി, നോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അത് പിടിച്ചിരുത്തി.
നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചിരുത്തിയാണല്ലോ പട്ടി മേറ്റ് ചെയ്യാൻ കയറുന്നത്. അതാണ് ഫുള്ള് കടിയായിട്ട് വന്നത്. അല്ലെങ്കിൽ ഡോഗോ കടിക്കാന്ന് പറഞ്ഞാൽ കടിച്ച് കുറച്ചെടുക്കണമല്ലോ, എല്ലാം സ്ക്രാച്ചേ പോയിട്ടുള്ളൂ. പക്ഷെ അത് ആളുകൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഭീകരത. കാരണം ഏറ്റവും വലിയ കറി 45 മുറിവുണ്ടായിരുന്നു മൊത്തത്തോടെ, ഈ ചാടി കയറിയുള്ള. പക്ഷെ അത് നമുക്കൊരു വലിയൊരു കടിയായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് 2-3 ദിവസത്തേക്ക് വേദന ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ലാസ്റ്റ് കിട്ടിയ പിന്നെ ഉള്ളതൊക്കെ ബൈ ചാൻസ് കടിയാണ്. അത് എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന കടികളായിരുന്നു. ഇതുപോലെ ഇപ്പൊ ഡോഗിന് മുമ്പ് ഇരുന്ന് കൊടുത്തപ്പോഴാണ് ഡോഗോ അടിച്ചത്. ഇല്ലെങ്കിൽ ആ ഡോഗോ നമ്മൾ ഇറങ്ങി വന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്. അപ്പൊ ആ വീഡിയോ ചെയ്യാൻ പോയ ജിജോ ഭായി പറഞ്ഞു, എന്നാ രഞ്ജുബോ ഇറക്കിയെല്ലാം നടത്തിയാണല്ലോ, നമുക്ക് ആ ലാസ്റ്റ് കട്ട് ചെയ്യാം, കടി കിട്ടിയ ഭാഗം അത് ഇടേണ്ട ആവശ്യമില്ല, എന്തായാലും നിങ്ങൾ ഇറക്കി നടത്തിയാണല്ലോ, പിന്നീട് കിട്ടിയല്ലേ. പക്ഷെ നമ്മൾ അത് ഫുൾ ഇട്ടു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് തിരുവനന്തപുരത്ത് കിട്ടി കൈ കിട്ടി കടി. ഇതാണ് അത്യാവശ്യം മാരകമായ കടി. ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ചിരുന്നില്ല, അത് ഞാൻ ഫോട്ടോ അതിലേക്ക് അയച്ചു കൊടുക്കാം, ചിലപ്പോൾ സൈഡിൽ കാണിച്ചു തരും കേട്ടോ. അത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉറപ്പിച്ചു. കാരണം ഡോഗിനെ ഇങ്ങനെ ഒരു കടിക്കാൻ വേണ്ടി തന്നെ കെട്ടിയാണ്. ഒരു ഇവിടുന്ന് ആ മാവ് നിൽക്കുന്ന അകലത്ത് കെട്ടിയിട്ടു. ഏകദേശം ഒരു 2 മീറ്ററിനോളം ഡോഗിന് ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങല പോയി അടിക്കാനാണ് ചലഞ്ച്. അപ്പൊ ആ പയ്യൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഈ ഡോഗിന് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവന്റെ ബൈറ്റിംഗ് ഫോഴ്സ് കയ്യാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഗസ് ചെയ്തു അവിടെ പോയി അടിച്ചാൽ എന്തായാലും കടി കിട്ടും. കാരണം നമ്മൾ നടന്നു പോയിട്ടും ഡോഗോ നമ്മുടെ അടുത്തേക്ക് വന്ന് കാല വന്ന് തട്ടിയിട്ടും അവൻ കാല കടിച്ചില്ല. ആ കൈ അഴിച്ച് ചങ്ങല എടുത്ത് അഴിക്കാൻ പോയപ്പോ കൈ കടിച്ചു. ഈ 2 കടിയും നമ്മൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ജെന്യുവാലിറ്റി വേണമല്ലോ, വെറുതെ വന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത വീഡിയോ എല്ലാം അങ്ങനെയാണ്. ഈ 2 ഡോഗിന്റെ കടിയാണ് നമുക്ക് മാരകമായിട്ട് കിട്ടിയത്. അറിഞ്ഞുകൊണ്ട് നമ്മൾ കടി വാങ്ങി കിട്ടോ. ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് പൊതുവെ പിള്ളേർ സെറ്റിനൊക്കെ ഒരു ധാരണയുണ്ട് നമുക്കും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുന്നോ അല്ലെ ചെയ്യാൻ പോകുന്ന പിള്ളേരോട് എന്തോ പറയാനുള്ളേ? അല്ല, നമ്മളെന്തായാലും അനുകരണം ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഞാന് ഇപ്പൊ ചിലർ എന്നാ പറയും, നമ്മളത് പറയണം, പ്രത്യേക ഒരു വീഡിയോ എടുത്ത് പറയണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം, ഒരു തീക്കട്ട എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇത് പൊള്ളൂല എന്ന് പറഞ്ഞ് നന്നാലും നമുക്കറിയാം പൊള്ളൂ. അപ്പം ഈ ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ അനുകരിക്കുവാണെങ്കിൽ ശരി, ഒരു ഡോഗ് കൂട്ടിക്കിടക്കുകയാണ്, അഗ്രഷൻ ഉണ്ട്, കടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ആ ഡോഗിന്റെ അടുത്ത് 2 കുറെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം പേടിക്കും, അറിയാലോ. ആ ഒരു കുറെ ആക്ഷൻ അല്ലെങ്കിൽ ഇവളുടെ തന്നെ ആ കുട്ടികളുടെ എക്സ്പ്രഷൻ കാണുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകില്ല. പിന്നെ അത്രയ്ക്ക് എടുത്തു ചാടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാലും ശരി. ഇപ്പൊ നമ്മള് സിനിമയിലും ടിവിയിലൊക്കെ മദ്യപാനാകരുത് ഹാനികരത ഇത് കാണിച്ചാലും നമ്മൾ പോയി മദ്യപിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷെ അനുകരിക്കുക ഇരിക്കാന്ന് പറഞ്ഞാൽ ചില കേസിൽ ഞാൻ അങ്ങനെ ഇന്നാളൊരു ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ചെറിയൊരു അവാർഡ് കിട്ടിയായിരുന്നു. അപ്പൊ അന്നൊരു ഒരു പയ്യനല്ല, ഒരു പോസ്റ്റ്മാനാണ്, നമ്മുടെ കൈജുള്ളൂ. പുള്ളി കണ്ണൂരുകാരനാ. പുള്ളിന്റെ അടുത്തേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് തന്നെ ഭയങ്കര കെട്ടിപ്പിടിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞു, ചേട്ടന്റെ ആ ഒറ്റ വീഡിയോന്റെ പുറത്ത് എനിക്ക് ഒരു പ്രാവശ്യം ഒരു ലൈഫ് തിരിച്ചിട്ടിരുന്നു. ലൈഫല്ല, ഞാൻ വലിയൊരു അവാർഡത്തിന് മാറിയെന്ന്. എന്നെ സംബന്ധം വെച്ചാൽ പുള്ളി പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. അപ്പൊ അതിൽ 1-2 വീഡിയോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു പേടി, അതായത് നമ്മൾ ആ ഒരു ഗഡ്സിൽ നിൽക്കണം, പേടി അഭിനയിക്കരുത്, ഏത് പേടിക്കാതെ നമ്മൾ കൈകാര്യം ചെയ്യാം. ഡോഗ് കടിക്കുവാണെങ്കിൽ കടിച്ചിട്ട് പൊക്കോട്ടെ എന്നുള്ള മൈൻഡിൽ നമ്മൾ നിൽക്കുന്നു പറയും. അങ്ങനെ 1-2 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിയുടെ മനസ്സിലുണ്ട്. പുള്ളി ഒരു പോസ്റ്റ്മാനാണ്. അപ്പൊ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയ പുള്ളി. അപ്പൊ പുള്ളി അങ്ങനെ ഇതിലേക്ക് പോവാണ്, വീട്ടിലേക്ക് കത്തുകൊണ്ട്. അപ്പൊ ഈ പട്ടിയുള്ള ജർമ്മനായിരുന്നു, പട്ടിയുടെ ആരും പുള്ളി അറിയില്ല. പുള്ളി നേരെ പോയിട്ട് ബെല്ലടിച്ച് ഇത് എടുക്കാൻ നോക്കും, നേരെ പുറകിലേക്ക് പട്ടി ഓടി വന്നു പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് പറഞ്ഞു, എന്നാ കടിക്കുവാനെ കടിച്ചിട്ട്. അപ്പൊ ചേട്ടനെ ഞാൻ മനസ്സിൽ ധാനിച്ച് ചേട്ടന്റെ മുഖമൊക്കെ ചേട്ടൻ വീഡിയോ ചെയ്യുന്ന കാര്യമൊക്കെ എന്റെ മനസ്സിൽ ഓടിപ്പോയി. വേറൊന്നല്ല. അപ്പൊ പട്ടി ഇങ്ങനെ വന്നു, എന്നെ കയറി കെട്ടിയും പിടിച്ചു. പട്ടി ഇങ്ങനെ കടിക്കാനുള്ള ലെവലിൽ ഇങ്ങനെ പട്ടി നിന്നോണ്ട് തന്നു. പുള്ളി വേറെ ഒന്നും ഇമോഷൻ ഒന്നുമില്ല. ചേട്ടൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ച് തന്നു. ചേട്ടൻ പറഞ്ഞു കടിക്കുവാനെ കടിച്ചിട്ട് പൊക്കോട്ടെ, ഞാനോ എന്ന് പറഞ്ഞു. ആ പട്ടി കടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവര് വന്ന് പിടിച്ചു. അപ്പൊ പുള്ളി ആര് പറഞ്ഞു, ഈ പട്ടി ആദ്യമായിട്ടാണ് ഒരാളെ ഇവിടെ കയറി വന്നിട്ട് കടിക്കാതിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അത് നമുക്കൊരു നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞതില്. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന രീതി ചെയ്യണം എന്നല്ല, കാരണം നമ്മളൊരു ഡു ഓർ ഡൈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു 3 വർഷം കൊണ്ട് ചെയ്യുവാണെങ്കിലും നമുക്കറിയാം ഒരു ഡോഗ് കടിക്കാൻ വരുമ്പോൾ അവൻ ഏത് രീതിയിൽ എവിടെ ബൈറ്റ് വാങ്ങും. ഇപ്പൊ ഞാൻ ബൈറ്റ് വാങ്ങിയിട്ടുള്ള ഈ ഒരു വശം കൊണ്ടേ വാങ്ങിയിട്ടുള്ളൂ. ഇത്രയും കടി കിട്ടിയിട്ടും മുഖത്തോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഡേഞ്ചർ സ്ഥലത്തേക്കൊന്നും ആ ഡോഗ് അവരെ കടിച്ചിട്ടും നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് കടി വാങ്ങിയിട്ടുള്ളൂ. ആ കഴുത്തെ കടിക്കാൻ വന്നാണ്. അപ്പൊ 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഡോഗ് കടിക്കാൻ നമുക്കറിയാം, ഏത് സെക്കൻഡ് അവൻ കടിക്കും എന്നൊക്കെ നമുക്കറിയാം, ഗസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ കടിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. വിജയേട്ടനാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഡോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഡോഗ് വരുമ്പോൾ അവൻ എങ്ങോട്ടാ വരുന്നത്, ഏത് രീതിയിലാണ് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നമ്മൾ കുറെ കാലം കൊണ്ടല്ല, ഒരു സുപ്രാറ്റ് ചെയ്ത കാര്യമല്ല. 3 കൊല്ലം വീഡിയോ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 175 ഡോഗ് നമ്മൾ ചലഞ്ച് ചെയ്തു. ആ 175 ഡോഗിൽ നിന്ന് നമ്മൾ എടുത്തൊരു സംഭവമാണ്. അതെല്ലാവർക്കും നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സംഭവം എക്സ്പീരിയൻസിലാണല്ലോ മെയിൻ. അപ്പൊ അതില് നമ്മളെല്ലാരും ആർജിച്ചെടുക്കുന്ന ഒരു കഴിവെന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ആരും പോയി അനുകരിക്കാതിരിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടന്റില് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഡോഗിനുള്ള മനോഭാവം മാറുക. നമ്മൾ അറിയാം ഇപ്പൊ തെരുവ് ശല്യം ഭയങ്കര കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ എന്തായാലും നമുക്ക് പൊങ്കലായിട്ട് നമുക്കറിയാം, ചില CCTV വിഷ്വലിൽ കാണാം കുട്ടികളെ ഡോഗ് ഓടിച്ചിട്ട് കടിക്കുന്നു, അല്ലെ അമ്മമാരെ ഡോഗ് ഓടിച്ചിട്ട് കടിക്കുന്നു. പക്ഷെ ഈ CCTVയുടെ മുന്നൊരു വിഷ്വൽ ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും?
നമ്മളിപ്പോ ഒരു പട്ടീനെ അവിടെ നിന്ന് കാണുന്നത് തന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ വീട്ടുകാർ പറഞ്ഞാ കമ്പെടുത്ത് കൈ പിടിക്കണം, അല്ലെ കല്ലെടുത്ത് കൈ പിടിക്കണം. അപ്പം ഈ വിഷ്വലിൽ ഈ CCTV പട്ടിക്ക് ഓടിക്കുന്നതിന് മുന്നുള്ള വിഷ്വൽ എന്താ ശരിക്കും ഒരു 90%, 10% പോട്ടെ, ചില പട്ടികളുണ്ട് എല്ലാവരെയും ആക്രമിക്കുന്ന പട്ടികളുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് പ്രിപ്പയർ കേട്ടോ, ഈ ഗവൺമെന്റ് അല്ല എല്ലാ ഗവൺമെന്റും പ്രിപ്പയർഡ്. അത് ഞാൻ വിശദീകരിച്ച് പിന്നെ പറയാം. അപ്പൊ അവിടുന്ന് പട്ടിയാണ് നമ്മൾ ഇവിടുന്ന് കല്ലെടുക്കും അല്ലെങ്കിൽ ഇവിടുന്ന് കമ്പെടുക്കും. അപ്പൊ പട്ടിക്ക് എന്തായി ഒരു ഇൻട്രസ്റ്റ് ആയി. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടി പിന്നെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനേ നമ്മൾ മനസ്സിലായി. അപ്പം ഈ ഓടിപ്പോയി കടി കിട്ടുന്നതിന് മുന്നേ, ഈ കടിക്കുന്നതിന് മുന്നുള്ള സീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കമ്പ് കൊണ്ട് എറിഞ്ഞിട്ടുണ്ടാവും, കല്ലുകൊണ്ട് എറിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പട്ടി നേരെ വരുമ്പോൾ ഓടുന്ന സീനുകളായിരിക്കും നമ്മൾ ഈ വിഷ്വലിൽ കാണുന്നത്. ഇതിന് മുമ്പിലുള്ള ഈ സംഭവം ഉണ്ടാവും, അതിന് മുമ്പുള്ള ആക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ 90% ഈ കേസുകളെല്ലാം അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മമാരും നമ്മുടെ വീട്ടുകാരും പറഞ്ഞു പട്ടിനെ കാണുമ്പോൾ കല്ലെടുത്തോണം, അല്ല കമ്പെടുത്തോണം, അല്ല ഒരു ഏറെറിഞ്ഞോണം. ഇത് നമ്മളെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതാണ് കുട്ടികളെ നേരെ കൂടുതലും പട്ടി. ഒരു 90% അപകടങ്ങളും അതാണ്. 10% ശരിയാണ്, അഗ്രഷണൽ ഡോഗ്സ് ഉണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ വന്ധീകരണത്തിന്റെ വിഷയമാണ്. കാരണം ഒരു ഡോഗിന്റെ ക്യാരക്ടർ മാറാന്ന് പറഞ്ഞാൽ അവര് ഫൈറ്റ് ചെയ്ത് ഫുഡ് വാങ്ങി, അറിയാലോ, ഒരു ഡോഗിന്റെ ക്യാരക്ടർ ഫോം ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, മനുഷ്യനും അങ്ങനെ ഉണ്ട്. ഒരു പട്ടി ഗർഭിണിയാകുന്നു, ആ തെരുവുപട്ടി മറ്റുള്ള പട്ടിയോട് അഗ്രഷൻ കാണിച്ച് അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ അമ്മപ്പട്ടി ഭക്ഷണം സ്വീകരിക്കുന്നത്. ആ ഒരു അഗ്രഷന്റെ ലെവല് ഓൾറെഡി ഈ വയറ്റിൽ കിടന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അതൊരു 5-6 മാസം കഴിയുമ്പോൾ ആ പട്ടികളുടെ ക്യാരക്ടർ ഫോം ചെയ്ത് വന്ന് ഒരു അഗ്രഷൻ ലെവലിലേക്ക് ഓട്ടോമാറ്റിക് ആ പട്ടികൾ മാറുന്നു. അത് സ്വാഭാവികം, നമ്മൾക്ക് സയൻസിലൊക്കെ പഠിക്കാനുള്ളതാണ്. ഒരു അമ്മയുടെ സ്വഭാവം, അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് മക്കളുടെ സ്വഭാവ രീതി മാറുന്ന. ഒരു 20 വയസ്സ് കഴിയുമ്പോൾ മാറാന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാലാണ് ഈ പട്ടികൾക്ക് വയറ്റിലുള്ളത് കുഞ്ഞുങ്ങൾ കിടക്കുന്ന സമയത്ത് ഇവർ ഫൈറ്റ് ചെയ്തത്. 10 പട്ടിക്ക് വേണ്ട ഭക്ഷണം 100 പട്ടി പങ്കിടണം. അതിനിടയ്ക്കാണ് ഈ തള്ളപ്പട്ടി പോയിട്ട് ആ പട്ടിക്കുള്ള ഭക്ഷണം സ്വീകരിക്കുക. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ആണ് ഇതിൽ മെയിൻ കാരണം. അതിന് മെയിൻ കാരണം നമ്മുടെ കേരളത്തിൽ വന്ധീകരണം നടക്കാത്തതാണ്. എന്തുകൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഈ ഒരു വിഷയം കേൾക്കാതെ, കർണാടകത്തിൽ ഈ വിഷയം കേൾക്കുന്നില്ല? ഞാൻ വയനാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് വയനാട്. എന്റെ നാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ആദ്യം സാംസങ്ങിൽ വർക്ക് ചെയ്തപ്പോൾ ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ പോകണ്ടായിരുന്നു. അവിടെ ഇപ്പൊ പോയാലും ഈ 10 കൊല്ലം മുമ്പുള്ള പട്ടികളുള്ളൂ, പുതിയ പട്ടികളില്ല. അവിടെ പ്രോപ്പർ വന്ധീകരണ, ഒരു പട്ടി അഗ്രഷൻ ഇല്ല. അവിടെ ആരും കടിക്കുന്ന, നമ്മൾ ഇത്രയും ന്യൂസ് പൊങ്കാലുണ്ടായിട്ടും ഈ തമിഴ്നാട് കർണാടകയിലെ നമ്മുടെ അതിർത്തി പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ കാര്യമല്ല, ഇവിടെ ഒന്നും ഒരു കേൾക്കുന്നില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ കേൾക്കാൻ എന്താ, നമ്മുടെ വന്ധീകരണം പ്രോപ്പർ അല്ല. അതുകൊണ്ടാണ് വന്ധീകരിക്കുകയാണെങ്കിൽ 10 ലക്ഷം പട്ടിയുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടില്, അല്ലേ? ഒരു 3 കൊല്ലം പ്രോപ്പറായിട്ട് വന്ധീകരിക്കുന്നു വിചാരിക്കുക. എല്ലാ പട്ടിയും വന്ധീകരിക്കാൻ കിട്ടില്ല, എന്നാലും 3 കൊല്ലം വന്ധീകരിച്ച എന്താ ചെയ്യുക? ഈ 10 ലക്ഷം പട്ടിയിൽ മിനിമം ഒരു 5 ലക്ഷം പട്ടിയെങ്കിലും ഒരു 5 വർഷത്തിന് മേലെ, അല്ല 5 വർഷത്തിന് മേലെ ഏജുള്ള പട്ടിയായിരിക്കുമല്ലോ. ബാക്കി ഒരു 5 വർഷം താഴെയുള്ള പട്ടികളാണ് വിചാരിക്കുക. ഈ പ്രോപ്പർ വന്ധീകരിച്ച ഒരു 4-5 വർഷം കൊണ്ട് ഈ വന്ധീകരണം പൂർത്തിയാന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രായ പട്ടിക്ക് ഓട്ടോമാറ്റിക് മരിക്കും. 10 കൊല്ലം കൊണ്ടൊക്കെ ഒരു മരിക്കുമല്ലോ തെരുവാനായിക്കള്. ബാക്കി പോയിട്ട് 5 ലക്ഷം പട്ടിയുള്ളൂ. അതും കണ്ടിന്യൂസ് 2 വർഷം കൊണ്ട് വന്ധീകരിക്കുകയാണ്. പിന്നെ ഇതിന് പുതിയ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, ഓട്ടോമാറ്റിക് തീരും, എണ്ണം കുറയും. അത് നമ്മളെ കേരളത്തിൽ നടക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ട് വെറുതെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇപ്പൊ CPM ആയിട്ട് BJP ആയിട്ട് കോൺഗ്രസ് ആര് ഭരിച്ചാലും ശരി, വന്ധീകരണം പ്രോപ്പർ ആണെങ്കിൽ കേരളത്തിൽ വിഷയം വരില്ല. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ വന്ധീകരണം പ്രോപ്പർ ആണ്. അല്ലെങ്കിൽ അവിടെ അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കർണാടകത്തിലോ തമിഴ്നാട്ടിലോ കുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് കടിച്ചു അല്ലെങ്കിൽ സംഭവം വാർത്തകൾ വരുന്നില്ല. എല്ലാ ന്യൂസ് ചാനലുകളും ഹൈപ്പ് വാർത്തയ്ക്കാണ് ഓടിയെടുക്കുന്നത്. അവിടെ എന്തുകൊണ്ട് അവർ ന്യൂസ് കൊടുക്കാത്തത്? കാരണം അവിടെ നടക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കാത്ത നമ്മുടെ ഭരണവർഗത്തിന്റെ ഒറ്റ കുഴപ്പം കൊണ്ട് മാത്രമാണ് കേട്ടാ. ഇതാണ് അതിൽ എനിക്കൊരു അഭിപ്രായമുള്ളൂ. പിന്നെ ഇപ്പൊ എന്നോട് പറഞ്ഞ 7ഓളം കടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം എന്തായാലും ഒരു 3-4 വാക്സിൻ എങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ വാക്സിൻ എടുക്കുന്നോണ്ട് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് കുഴപ്പങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇത് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫീൽഡുമായിട്ട് ഭയങ്കര എഫക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മള് യൂട്യൂബിലിട്ട അത്ര വിഷയമല്ല, ഫേസ്ബുക്കിൽ ഈ ഒരു കടി കിട്ടി വീടുമ്പോ അതിന്റെ അടിയിലുള്ള അറിയാലോ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു നന്മ മരങ്ങളുടെ ഒരു വലിയൊരു ലോകമാണ് ഫേസ്ബുക്ക്. കമന്റും കൊണ്ട് അങ്ങോട്ട് അത് വേറൊന്നല്ല. അത് സത്യാവസ്ഥ എന്താ സംഭവം വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്നു, അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടുതലും കാണുന്നത്. പിന്നെ ഇപ്പൊ ആതിരന്റെ സബ്സ്ക്രൈബർ ആണ്, ആതിരക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആതിര എടുത്ത് പേഴ്സണൽ ലിങ്ക് എടുത്ത് അയച്ച് കാണുന്നു പറയുമ്പോഴാണ് അവർ കാണാം. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ചാനലിൽ ഇട്ടൊരു വീഡിയോ ഇപ്പൊ ആതിര എന്റെ ഫ്രണ്ടാണ്, ആതിര നേരെ ഷെയർ ചെയ്യുന്നു. അപ്പൊ ആതിര പ്രൊഫൈലിൽ കാണുന്നു. ആതിര പ്രൊഫൈലുള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ എന്നെയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അവരടിക്കുന്നത് കാണാം. പെട്ടെന്ന് അവർ നന്മവരെ ചമയും. അത് അങ്ങനെ കടിക്കുന്നു, അങ്ങനെ മറിച്ചാന്ന് പറഞ്ഞ ജഗ പുകയാണ്. അപ്പൊ ഈ ഫേസ്ബുക്കിൽ ഈ കമന്റ് ഇടുന്ന ഈ ആൾക്കാർക്കോട് പ്രത്യേകം ഞാൻ പറയും, ഈ കടിക്കുന്ന പട്ടികളെല്ലാം പേപ്പട്ടികളല്ല. അപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്യുന്ന പട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കടിക്കുന്ന പട്ടിയാണ്. അപ്പൊ നമ്മൾ അവരുടെ ആ പട്ടിയുടെ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്, എത്ര കാലമായി ഡോഗ് അഗ്രഷൻ. അപ്പൊ അവർ പറഞ്ഞു ഇത്ര കാലം മുതൽ 2 കൊല്ലം മുതൽ 3 കൊല്ലം മുതൽ അഗ്രഷൻ ആണ്, അല്ലെങ്കിൽ ഇത്രയും കാലം കൂട്ടിക്കിടക്കുന്നു. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് ഇപ്പൊ ഇവളെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്, വിജയോടൻ ചലഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവള് ഇന്നലെ കടിച്ചു എന്ന് പറയും. ഇപ്പൊ വിജയോടൻ പറയാം ഇന്നലെ ഇവളെ ആതിരെ കടിച്ചു, നാളെ നമുക്ക് ചലഞ്ച് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ ചോദിക്കൂലോ എത്ര കാലം മുമ്പാണ് ഡോഗ് അഗ്രഷൻ? ഇന്നലെയാണ് അഗ്രഷൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, പെട്ടെന്ന് അഗ്രഷൻ തുടങ്ങിയ പട്ടിക്ക് എന്തെങ്കിലും സീൻ ഉണ്ടായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പറയും 1 മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാന്ന് പറയും. അപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പട്ടിക്ക് വിഷയമാണല്ലോ.
അപ്പൊ അത് നമ്മൾ നേരത്തെ ഇതൊക്കെ ഞങ്ങൾ ചോദിക്കലുണ്ട്, പട്ടിയുടെ അഗ്രഷൻ തുടങ്ങിയത് എപ്പോഴാണ് ചോദിക്കലുണ്ട്. പിന്നെ നമ്മൾ ഈ കടിക്കുന്ന നമ്മുടെ മലയാളികളുടെ ധാരണയുണ്ട് കടിക്കുന്ന പട്ടിയൊക്കെ പേപ്പട്ടിയാണെന്നുള്ള ധാരണയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 7 കടി കിട്ടി 3 കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുന്നു. ഈ ലാസ്റ്റ് കിട്ടിയ കടി തന്നെ ഇപ്പം 1 മാസം കഴിഞ്ഞു. ഒരു പേപ്പട്ടിയെ കടിച്ച 1 മാസം ജീവിച്ചിരിക്കില്ല, അതിന് നമ്മൾ തട്ടിപ്പോവാണ്. എനിക്ക് ഞാനിപ്പോൾ 7 വട്ടം തട്ടിപ്പോണായിരുന്നു. പിന്നെ പ്രത്യേകം എടുത്ത ഒരാളെന്ന് പറഞ്ഞാൽ എന്റെ ഇതൊരു അഡ്വഞ്ചർ കണ്ടന്റ് ആണ്. നമ്മുടെ മലയാളികൾക്ക് പൊതുവെ അഡ്വഞ്ചർ എന്ന സംഭവം അത്രയും സുപരിചിതമല്ല അല്ലേ. നമ്മളിപ്പോ ഇപ്പോഴും ഹിമാലയം കയറുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ അവനെന്താ പ്രാന്താണോ ഹിമാലയത്തെ ആൾക്കാർ കയറിയല്ലേ, പക്ഷെ അത് നമ്മുടെ ഒരു പാഷനാണ്. അപ്പൊ ഇതൊരു അഡ്വഞ്ചർ കണ്ടന്റ് പോലെ നമ്മൾ ഇത് എന്താ സംഭവം വെച്ചാൽ ഇത് ആരും കാണാത്തൊരു അധികം ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പൊ ഇത് വരുമ്പോൾ നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, നമ്മൾ പോയി അറിഞ്ഞുകൊണ്ട് കടി വാങ്ങിയാണ് അങ്ങനെ എങ്ങനെയാണ്. പക്ഷെ നമ്മളിതൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ പോകുന്ന ഒരു അഡ്വഞ്ചർ കണ്ടന്റ് ആയതാണ് ഈ കടി വാങ്ങുന്നതും. ഈ കടി കിട്ടും, സ്വാഭാവികമാണ്. പിന്നെ വാക്സിൻ എടുത്താൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ നിലവിൽ ഒരു പ്രീ എക്സ്പോഷർ ഡോസ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിപ്പെടുത്തു. ഫസ്റ്റ് കടി കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രീ എക്സ്പോഷർ എടുത്തിട്ട് 3 മാസം തികഞ്ഞിട്ടില്ലായിരുന്നു. 3 മാസം തികയാത്തതുകൊണ്ട് നമുക്ക് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രീ എക്സ്പോഷർ ഡോസ് നമ്മൾ എടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് കടി കിട്ടുന്നതെങ്കിൽ ഒറ്റ ഡോസിൽ തീർക്കാം. പക്ഷെ ഇപ്പോഴത്തെ വാക്സിന്റെ നിലവാരം നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമാണ് കേട്ടോ. പിന്നെ വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ വരാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് വാക്സിൻ എടുത്ത ശേഷം തലമുടി കറക്കി വെച്ചെടുത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 6-7 മാസമായിട്ടാണ് അതിന്റെ പെട്ടെന്ന് നര വന്നു. ഇതുണ്ട്, എനിക്ക് പെട്ടെന്ന് നര കയറി. അങ്ങനെ എന്റെ കുടുംബത്തിലെ ആർക്കും അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നര വന്നില്ല. ഈ നര ഇനി വാക്സിൻ എടുത്തോളാന്ന് എനിക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ട്. അത് മാത്രമേ എന്റെ ശരീരത്തിൽ ഒരു മാറ്റം തോന്നിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒരു മാറ്റം തോന്നിയിട്ടില്ല കേട്ടോ. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എടുക്കാം. പിന്നെ ഞാനെന്ന് പറയുമ്പോൾ ഓൾറെഡി കടിക്കുന്ന മറ്റൊരു വായിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ അങ്ങനെ ചെയ്യുന്നൊരു പടിയാണെന്ന് വെക്കാം. നിങ്ങൾക്ക് ബൈ ചാൻസ് ഒരു കടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട, ഒരു സൈഡ് എഫക്റ്റ് ഒരു സീനും ഇല്ല. ധൈര്യത്തിൽ ചെല്ലുക, നമ്മുടെ വാക്സിൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇത് ചെയ്യുക. പിന്നെ സോപ്പിട്ട് കൈ കഴുകുക. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, കടി കിട്ടിയ അപ്പം തന്നെ നല്ല പൈപ്പ് തുറന്ന് പിടിച്ചിട്ട് സോപ്പ് ഇട്ടിട്ട് അവിടെ നല്ലോണം നല്ല ബാർ സോപ്പ് ഇട്ടിട്ട് കൈ കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് വേഗം പോയിട്ട് നമ്മൾ വാക്സിൻ എടുക്കുക. അപ്പൊ ഒരു മാന്തോ ഇത് ചെയ്താലും നമ്മൾ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആദ്യം വെച്ചോളൂ തന്നെ നമ്മളിപ്പോൾ 7 കടി കിട്ടി, അതിനിടയ്ക്ക് 4-5 വാക്സിൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ തട്ടിപ്പോണ്ടേ, ഒരു കുഴപ്പമില്ല. ഈ നര മാത്രമേ കുഴപ്പമുള്ളൂ, അത് മാത്രമേ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളൂ, അല്ല വേറൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതൊന്നും വിഷയമില്ല, നമ്മൾ വാക്സിൻ പ്രോപ്പറായിട്ട് എടുത്തു, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തപ്പോഴേ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് ബാഡ് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പൊ പൊതുവെ എന്താ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്? സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നേരത്തെ പറഞ്ഞായിട്ട് കണക്ട് ചെയ്താണ്. നമ്മൾ ആരും ചെയ്യാത്തൊരു സാധനം ചെയ്യുമ്പോൾ നമ്മളെ ചിലപ്പം ചില ആളുകൾ നമ്മൾ ഭ്രാന്തനായിട്ട് തോന്നും. ആരും ചെയ്യാത്തൊരു സാധനം ചെയ്യുമ്പോൾ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയാണോ, അതെല്ലാവരും ചെയ്യുന്നുള്ളൂ. ഇത് ആരും ചെയ്യാത്തൊരു സാധനം ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മുടെ മലയാളികൾക്കാണ് അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ഉദ്ദേശം ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്ന എന്റെ ഇപ്പൊ നമ്മുടെ ഒരു ആദ്യം ബ്ലോഗ് ചെയ്യുന്നതാണ്, വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ അറിയാലോ ഒരു കമന്റിന്റെ ലെങ്ത് അറിയാലോ, നമുക്കറിയാം എത്ര കമന്റ്. അപ്പൊ നമുക്കൊരു 1000 കമന്റ് വരുമ്പോൾ ഒരു കമന്റ് ആണ് നമുക്ക് നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് നമുക്ക് കണ്ടാ അറിയാം, ശരിക്കും അത് അസൂയ അറിയാലോ, ആ ഒരു കമന്റാ വരുന്നത്. അത് നമുക്ക് ഒരു 1000 കമന്റ് വരുമ്പോൾ 1-2 കമന്റേ വരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് എപ്പോഴാ മരിക്കുക, നിങ്ങൾ എപ്പോഴാ തട്ടിപ്പോവുക, ആ ഒരു ചോദ്യം മാത്രമേ ആളുകൾ ചോദിക്കുന്നുള്ളൂ. ഈ നെഗറ്റീവ് വരുന്നതിൽ അപ്പൊ നമ്മുടെ മലയാളികൾക്ക് ധാരണയുണ്ട് ഒരാളെന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകാത്ത സന്തോഷം. അത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതുവെ ഒരു സംഭവമാണ്. പിന്നെ ഞാൻ വയനാട്ടിൽ ചീയമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇപ്പൊ 10-33 വയസ്സായിരിക്കും. ഈ 30 വയസ്സ് വരെയും നമ്മളെ ആരും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു 3 വർഷത്തിന് ശേഷം നമ്മളിപ്പോ എവിടെ പോയാലും എവിടെ സഞ്ചരിച്ചാലും, ഇപ്പൊ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഏബലിന്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയി. അപ്പോൾ പുള്ളി ഐഡന്റിറ്റി പുള്ളി പറയരുതെന്ന് പറഞ്ഞായിരുന്നു. പുള്ളി നമ്മുടെ കേരളത്തിൽ ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഒരാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് പുള്ളി. അത് കഴിഞ്ഞ് അതിന് മുന്നേ പുള്ളി പ്രൈവറ്റ് സെക്രട്ടറി അല്ല, പുള്ളി IAS ഉദ്യോഗസ്ഥനാണ്. അവരെ ഹോട്ടലിലുണ്ടായിരുന്നു. ആ പുള്ളി വന്നവിടെ തന്നെ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ വീഡിയോ കാണാറുണ്ട്. അപ്പൊ അത്രയും പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാർ, പിന്നെ ഒരു IG റാങ്കിലുള്ള ഒരു ആൾക്കാർ, ഒരു പോലീസുകാരനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഒരു പേര് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇങ്ങനെ നമ്മളൊരു കണ്ടന്റ് ചെയ്യുന്നോണ്ടാണല്ലോ തിരിച്ചറിയുന്നത്. അപ്പൊ അത് നമ്മള് എന്തെങ്കിലും കാണിച്ച് ജീവിക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ എന്താ പറയാ 10 ആൾക്കാർ തിരിച്ചറിയും. ഈ തിരിച്ചറിയുന്ന ആ ഒരു ഫീല് വേറെ കേട്ടോ. ബിജുവേട്ടൻ അറിയാം, ബിജുവേട്ടൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. നമ്മൾ ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരാൾ ഒന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഫീല് വേറെയാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, പൈസ എടുത്ത് വാങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു ഫീല് പ്രത്യേകത തന്നെയാണ്. പിന്നെ എന്താ എടുത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. ഇപ്പൊ ബിജുവേട്ടനും ഡോഗിനെ വെച്ച് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. സെയിൽസ് ആണെങ്കിലും അല്ലാത്ത കാര്യങ്ങളും ഇപ്പൊ ആദ്യം കണ്ടന്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിന്തിക്കണം കാര്യമല്ലോ, ഈ സുക്കർബർഗ് അണ്ണൻ നമുക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കി തരുന്നില്ല. ഇതുപോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇപ്പൊ ഞങ്ങള് ആതിര അല്ലെങ്കിൽ ഇതുപോലെ ആരും ആയിക്കോട്ടെ, അവര് നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു താല്പര്യം അവരോട് ഇഷ്ടപ്പെടും, അങ്ങനെ അവരെ പൊക്കി പറഞ്ഞല്ല. എന്ത് സംഭവമാണെങ്കിലും
ഒരാള് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഈ മൊബൈലിലേക്ക് എടുത്ത് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത് ഞങ്ങളാണ്. മനസ്സിലായി? ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. എങ്കിൽ അത് നിങ്ങൾ എൻജോയ് ചെയ്യല്ലേ ചെയ്യുക. നിങ്ങൾ ഒരു വീഡിയോ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ വയനാടുള്ള വ്യക്തിയാണ്. ഇപ്പൊ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെങ്ങന്നൂർ വന്നു. എനിക്ക് ഏകദേശം ഒരു വീഡിയോ എടുക്കാൻ വരാനും വയനാട്ടിൽ 10,000 രൂപയ്ക്ക് മേലെ ചെലവുണ്ട്. ഈ 10,000 രൂപ മുടക്കിയിട്ടാണ് നമ്മളിവിടെ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ഈ പ്രേക്ഷകർ എന്ന് ചിന്തിക്കേണ്ട ഒരു നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം അവരൊരു നല്ലൊരു കണ്ടന്റിനോട് വന്നിട്ട് ലാസ്റ്റ് അവർ നെഗറ്റീവ് കണ്ടന്റിലേക്ക് മാറുന്നതിനോട് എനിക്ക് സപ്പോർട്ടില്ല. കാരണം ഈ ബെറ്റിംഗ് ആപ്പുകൾ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, ഈ പ്രേക്ഷകരെ പറ്റി ചെയ്യുന്ന പരിപാടി, അങ്ങനത്തെ സംഭവം ഞാൻ യോജിക്കുന്നില്ല. അല്ലാതെ ചെയ്യുന്ന ബ്ലോഗർമാരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യണം. കാരണം അവരൊരു കണ്ടന്റ് എടുത്ത് അത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് വെറുതെ പൊട്ടിമുളച്ച് വരുന്ന സാധനമല്ല. ഇത് വീഡിയോ എടുക്കാൻ കുറെ കഷ്ടപ്പാടുണ്ട്, എന്താണെങ്കിലും അതിൻ്റെ ഒരു പെയിൻ ഉണ്ട്. അപ്പൊ അതെടുത്തിട്ട് അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾ ഇപ്പൊ ഒരു കമന്റ് എഴുതിയിടുന്നുണ്ടല്ലോ, അത് എഴുതിയിടാൻ സാഹചര്യം എന്താണ്? ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടല്ലേ. അപ്പൊ കണ്ടന്റ് ക്രിയേറ്റർ എപ്പോഴും ഒരു നല്ല കാര്യമുണ്ട്. നമുക്ക് ഇവിടെയാണ് വിലയില്ലാത്ത. അമേരിക്കയിലൊക്കെ ഈ ഒരു ബ്ലോഗർ, ഒരു യൂട്യൂബ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിക്കാനും വലിയ ഡിമാൻഡ് അവിടെ നമ്മൾ ഒന്നിനും ടീം പറഞ്ഞു. അവിടെ തന്നെ കുറെ പേര് വീഡിയോ കാണുന്നുണ്ട്. അവർ പറഞ്ഞാൽ അവിടേക്ക് ഒരു ബ്ലോഗർമാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവർക്ക് വാല്യൂ എന്ന് പറഞ്ഞു. അവർ അത്ര ഒരു റെസ്പെക്ട് കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ കൂത്തറപ്രയോഗം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞോ, നെഗറ്റീവ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. നല്ല ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെടുത്ത് വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരിക്കലും ശുക്രപ്രകണ്ണനും ഇൻസ്റ്റാഗ്രാമിന് മുതലാളി യൂട്യൂബിന് മുതലാളിയും വീഡിയോ ഉണ്ടാക്കിയിട്ട് അവർ നമുക്ക് ഇട്ട് തരില്ല. അത് നമ്മൾ തന്നെ ഇടണം. അപ്പൊ ചേട്ടാ നമ്മുടെ ഫാമില് അഗ്രഷൻ ഇച്ചിരി ഇവളാ കൂടുതൽ. ഇപ്പൊ കുഞ്ഞു കളിച്ചിരിക്കുന്ന വെച്ചാല് കൂട്ടി നമ്മൾ തന്നെ ഇറക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇവളെ പപ്പട ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ? എന്തായാലും നമ്മൾ കൂട്ടിന്ന് അഗ്രഷൻ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെ വാങ്ങാം. പിന്നെ കടിച്ചാലും ഇപ്പൊ ഓണർ അടുത്തുള്ളതുകൊണ്ട് കടിച്ചാലും കുഴപ്പമില്ല. കടി നമുക്ക് വിഷയമില്ലാത്തതുകൊണ്ട് കടിച്ചാലും കുഴപ്പമില്ല. ഇവളുടെ പേരെന്താ? ജിമ്മി. ജിമ്മി നമുക്ക് പോയാലോ? ജിമ്മി നമുക്കൊന്ന് പോയാലോ? ജിമ്മി പോവാ നമുക്ക്. ബേക്കിൽ നിങ്ങൾ കടിച്ചേക്കില്ല കേട്ടോ. 2 റൗണ്ടും ചുറ്റിയാലോ നമുക്ക്? എന്നാ വാ. നീ നിന്നെ കുറിച്ച് എന്തൊക്കെയോ കാര്യം ചോദിക്കാണെന്ന് പറഞ്ഞ അവിടെ. നിന്നെ കുറിച്ചല്ല, എന്നോട് എന്തൊക്കെയോ കാര്യം ചോദിക്കാണെന്ന്. വാ മാടി ജിമ്മി. മേത്ത് കളിക്കാരമ്മ ചെളിയാവും. എന്നാ പിടിച്ചോ. അതല്ല, ചെളി ആവുന്നതുകൊണ്ടാണ് ഞങ്ങളിന്ന് എന്താ പറയാ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു വിസിറ്റിംഗ് ആട്ടോ, വേറെ ഒന്നും വന്നല്ല. അപ്പൊ അതുകൊണ്ട് ചെളി ആകണ്ട വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലി ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ചേട്ടനാണ് ഇത്. അപ്പൊ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.